يا من صليت بكل الأنبياء يا من في قلبك رحمة للناس يا من ألفت قلوبا بالإسلام. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത കാര്യങ്ങൾ ഇതിലൂടെ നമ്മൾ പഠിക്കുകയുണ്ടായി. കഴിഞ്ഞ റബീഉൽ അവ്വലിൽ അസ്മാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ശീർഷകത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമങ്ങളെക്കുറിച്ച് ചെറിയ വിശദീകരണങ്ങൾ നമ്മൾ കേട്ടു. ഇനി നമുക്ക് അവിടുത്തെ ഓരോ ജീവിത ഘട്ടങ്ങളെയും അവിടുത്തെയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഇതിലൂടെ പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔലാദ്, മക്കൾ എന്ന അധ്യായത്തിലാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്താകുമ്പോൾ 7 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളുമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ ആൺകുട്ടിയാണ് ഖാസിം എന്ന പേരുള്ള കുട്ടി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബുൽ ഖാസിം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. ചെറുപ്പത്തിൽ തന്നെ ഖാസിം എന്ന മകൻ വഫാത്തായിട്ടുണ്ട്. മറ്റൊന്ന് ഇബ്രാഹിം വ അബ്ദുള്ള, ഇങ്ങനെ 2 ആൺകുട്ടികളാണ്. അവരും ചെറുപ്പത്തിൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിട പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികളിൽ ഏറ്റവും മൂത്ത മകൾ സൈനബ് റളിയല്ലാഹു അൻഹയായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 30 വയസ്സുള്ളപ്പോഴാണ് സൈനബ് റളിയല്ലാഹു അൻഹു പിറക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളിൽ രണ്ടാമത്തത് റുഖയ്യ ബീവിയായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 33 വയസ്സുള്ളപ്പോഴാണ് റുഖയ്യ ബീവി ജനിക്കുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റുഖയ്യ ബീവിയെ വിവാഹം ചെയ്തു. നബി തങ്ങൾ ബദർ യുദ്ധത്തിന് പോയപ്പോൾ ബദർ യുദ്ധ സമയത്താണ് റുഖയ്യ ബീവി ഈ ലോകത്തോട് വിട പറയുന്നത്. അതിനുശേഷം 3ാമത്തെ മകളായ ഉമ്മു കുൽസൂം ബീവിയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകിയതനുസരിച്ചാണ് മുത്തുനബി തങ്ങൾ ഈ വിവാഹങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. മുത്തുനബി പറയുന്നത് കാണാം, വല്ലദീ നഫ്സി ബിയദിഹി ലൗ അന്ന ഇൻദി മിഅത ബിൻതിൻ യമുത്ന വാഹിദതൻ ബഅദ വാഹിദ. എനിക്ക് 100 പെൺകുട്ടികൾ ഉണ്ടാവുകയും ഓരോ പെൺകുട്ടികളും മരണപ്പെട്ടു പോവുകയും ചെയ്താലും ആ ഓരോന്നിനെയും ഞാൻ ഉസ്മാന് കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. അത് അള്ളാഹുവിന്റെ നിർദ്ദേശം അങ്ങനെയാകുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. 4ാമത്തെ മകളാണ് ഫാത്തിമത്തു സഹറ അൽ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 41 വയസ്സുള്ളപ്പോഴാണ് ഫാത്തിമ ബീവി പിറക്കുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഏറെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ ലോകത്തെ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഫാത്തിമ എന്ന പേരിന്റെ അർത്ഥം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നരകത്ത് തൊട്ട് ഫാത്തിമ ബീവിയെയും അവിടുത്തെ സന്താന പരമ്പരകളെയും വിദൂരത്താക്കിയിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ നൽകപ്പെട്ട പേരാണ്. മാത്രമല്ല അള്ളാഹുവിലേക്ക് നുറഞ്ഞു വീണവൾ, ആ കാലഘട്ടത്തിലെ എല്ലാ കാര്യങ്ങളിൽ നിന്നുമെല്ലാം മാറി നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് എല്ലാം സമർപ്പിച്ചത് എന്ന അർത്ഥവും ഈ ഫാത്തിമ എന്ന പദത്തിനുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹു ആണ് കല്യാണം കഴിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയും വഹയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് മുത്തുനബി മുതിർന്നത്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകളായിരുന്നു. മുത്തുനബി എവിടെയെങ്കിലും യാത്ര ചെയ്താൽ ആദ്യം
ഫാത്തിമയുടെ വീട്ടിലായിരുന്നു മടങ്ങിയെത്തിയാൽ സന്ദർശിച്ചിരുന്നത്. അതുപോലെ എല്ലാ വിഷയങ്ങളിലും ഫാത്തിമ ബീവിയെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പരിഗണിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തുനബി ഒരിക്കൽ പറയുകയുണ്ടായി, ഫാത്തിമത്തു ബിളഅത്തും മിന്നി, ഫാത്തിമ എന്റെ കഷ്ടമാണ്. ആരെങ്കിലും ഫമൻ അഗ്ളബഹാ അഗ്ളബനി, ഫാത്തിമയെ ബുദ്ധിമുട്ടിക്കുന്നവർ അവർ എന്നെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ഒരിക്കൽ പറയുകയുണ്ടായി. ഒരിക്കൽ ഫാത്തിമ ബീവിയോട് മുത്തുനബി ചോദിക്കുന്നുണ്ട്, അമാ തർദീന അൻ തകൂനി സയ്യിദത്തി നിസാഇൽ മുഅ്മിനീൻ അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഏറ്റവും മഹത്വമുള്ള സ്ത്രീകളുടെ കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് 6 മാസത്തിനു ശേഷം ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ ബീവിയിൽ അലി റളിയല്ലാഹു അൻഹു മുഖേന ഹസൻ, ഹുസൈൻ, മുഹ്സിൻ ഇങ്ങനെ 3 മക്കളുണ്ടായി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിലൂടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. അവിടുത്തെ മക്കളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹയിലാണ് ആ പരമ്പര ഇന്നും തുടർന്നു പോരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു കുട്ടിയാണ് അബ്ദുല്ലാഹ് എന്ന കുട്ടി. ആ കുട്ടിയും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മറ്റൊരു കുട്ടിയാണ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. മാരിയത്തുൽ ഖിബ്തിയയിലാണ് മുത്തുനബിക്ക് ആ കുട്ടി ഉണ്ടായിട്ടുള്ളത്. ആ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7ാമത്തെ ദിവസം കുട്ടിക്ക് വേണ്ടി അഖീഖത്ത് അറുക്കുകയും ആ കുട്ടിയുടെ മുടി കളയുകയും ഇബ്രാഹിം എന്ന് പേര് വെക്കുകയും ആ കളഞ്ഞ മുടി അതിന്റെ തൂക്കത്തിന് വെള്ളി നാണയം പാവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആ മുടി ഭൂമിയിലേക്ക് മറക്കുകയും ചെയ്തു. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ വൂദല്ലി അല്ലൈലത ഗുലാം, ഇന്ന് രാത്രി എനിക്കൊരു കുട്ടി പിറന്നിട്ടുണ്ട്. ഫസമ്മൈതുഹു ബിസ്മി അബി ഇബ്രാഹിം, ആ കുട്ടിക്ക് ഞാൻ എൻ്റെ പിതാവിന്റെ പേര് ഇബ്രാഹിം എന്നാണ് നൽകിയിട്ടുള്ളത്. ഇബ്രാഹിം എന്ന കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ലാളനയോടെ വാത്സല്യത്തോടെ ആ കുട്ടിയോട് പെരുമാറിയ സംഭവം നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. 70 ദിവസം മാത്രമാണ് ആ കുട്ടിയും ഈ ലോകത്ത് ജീവിച്ചത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ സമീപത്തായി ആ കുട്ടിയെ മറമാടി. ആദ്യമായി ഖബറിന്റെ മുകളിൽ വെള്ളം കുടയുന്ന ആ ഒരു രീതി മുത്തുനബി സംഘങ്ങളിൽ നിന്ന് സ്വഹാബത്ത് പഠിക്കുന്നത് ഇബ്രാഹിമിന്റെ മറമാടൽ ചടങ്ങിൽ നിന്നാണ്. ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായപ്പോ ആ വഫാത്തായ ദിവസം സൂര്യഗ്രഹണം ഉണ്ടായിരുന്നു. ജനങ്ങളൊക്കെ പറയാൻ തുടങ്ങി, ഇന്ന് സൂര്യഗ്രഹണം ഉണ്ടായത് മുത്തുനബിയുടെ മകൻ മരിച്ചത് കാരണമാണ്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അങ്ങനെയല്ല, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ്, സൂര്യനും ചന്ദ്രനുമെല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ്. ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ, ആരെങ്കിലും മരണപ്പെട്ടാൽ അത് ഗ്രഹണമുണ്ടാവുകയോ അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ ഇതൊന്നും സംഭവിക്കുകയില്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ ഇബ്രാഹിം എന്ന കുട്ടിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയുകയുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടപ്പോൾ പറഞ്ഞു, ഇന്നലഹു മുർലിഅൻ ഫിൽ ജന്ന, ആ ഇബ്രാഹിമിന് സ്വർഗത്തിൽ മുലയൂട്ടുന്ന സ്ത്രീകളുണ്ട്. ഇബ്രാഹിം ജീവിച്ചിരുന്നെങ്കിൽ ഒരു നബിയാവുമായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ, മുത്തുനബിയുടെ ആഗ്രഹങ്ങൾ പറഞ്ഞത് കാണാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങൾ, അവൻ ഈ ലോകത്ത് ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ
ഹിക്മത്തുകൾ അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെല്ലാം ഫാത്തിമ ബീവി ഒഴികെ എല്ലാവരും അവിടുത്തെ വഫാത്തിന് മുമ്പ് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നമ്മയും സ്വർഗീയ ലോകത്ത് മുത്തുനബിയുടെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.